ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും കാണാത്ത വേറെ ഒന്നല്ല, ഞാൻ പുതിയൊരു ജോബിന് കയറിയാണ്, കുറച്ച് തിരക്കിലായിപ്പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പേരാമ്പ്രയാണ്. കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, അതിനു വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയതാണ്, അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വെഡ്ഡിങ് സീസൺ അല്ലെങ്കിൽ ഈ ഫങ്ഷൻസിൻ്റെ സീസണാണല്ലോ. അപ്പോൾ ഹൗസ് വാമിംഗ് ആണെങ്കിലും മാരേജ് ആണെങ്കിലും അങ്ങനെ തരം ഈ ഡ്രസ്സുകൾ വേണ്ടൊരു സീസണാണ്. ഇപ്പോൾ നമ്മൾ ഫാമിലീസിലാണ് പരിപാടി ഉള്ളതെങ്കിൽ നമ്മൾ പറയേ വേണ്ട, ഡ്രസ്സ് കുറേ വേണ്ടി വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ വന്നിരുന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി എടുക്കാൻ വേണ്ടി വന്നാട്ടെ ഇന്ന്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഹൗസിലാണ് പോയത്. അപ്പോൾ സാരീസിൻ്റെ സെക്ഷനിലേക്ക് നേരെ തന്നെ പോയി, എന്താ വെച്ചാൽ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അവിടെ തന്നെ പോയി കുറേ തപ്പി. പിന്നെ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരീസ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുള്ളത്. മൽ കോട്ടൺ അല്ലെങ്കിൽ അങ്ങനെ കോട്ടൻ്റെ വെറൈറ്റി ടൈപ്പാണല്ലോ നമ്മളിപ്പോൾ വെറൈറ്റി ട്രെൻഡിങ്ങിലുള്ളത്. അപ്പോൾ അതിന് എടുക്കാമെന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയിട്ട് അങ്ങനെ തന്നെ വേറെ കോട്ടൺ ആയിട്ട് എടുത്തത്. ഋതു ആണെങ്കിൽ താഴെ ഒരു സെക്ഷൻ കളിക്കാനായിട്ട് കുട്ടിക്ക് ഒരുക്കിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ. അവിടുന്ന് കളിക്കായിരുന്നു കേട്ടോ, ഏട്ടൻ്റെ കൂടി പോയിട്ട്. പിന്നെ പോകാൻ നേരത്ത് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ നിന്നാണ് ബ്ലൗസ് പീസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രാൻഡ് ഹൗസിൻ്റെ ഓപ്പോസിറ്റിനാണ് മറ്റേ സ്മാർട്ട് ബസാർ വരുന്നത്. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ അതും മേടിച്ചിട്ടാണ് പോയത്. നമ്മൾ ഇങ്ങനത്തെ കടകളിൽ കയറി നമുക്ക് A to Z അവിടുന്ന് മേടിക്കാം. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. എപ്പോഴും വരുന്നതുകൊണ്ട് കുറച്ചേ മേടിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും മേടിച്ച് ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഈവനിങ് ആട്ടോ പോയത്. അതുകൊണ്ട് തന്നെ ചായ കുടിക്കാണ്ട് പോരെ എങ്ങനെയാണ്. പിന്നെ നമ്മൾ ബൈപ്പാസും ചായക്കട ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ഒരു ചായ ട്രൈ ചെയ്യാണ്ട് പോരാൻ പറ്റുമോ. അപ്പം പുതിയ സ്പോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വേറെ പുതിയ സ്പോട്ടിലാട്ടോ ട്രൈ ചെയ്തത്. അപ്പം നമ്മൾ ഷവർമയും ചായയൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇരുട്ടായപ്പോഴത്തേക്കാണ് കേട്ടോ വീട്ടിലെത്തിയത്. അപ്പം അത്രയുള്ള ബൈ ഡിയേഴ്സ്, താങ്ക് യു.